കാര്യം ഞാൻ ആരുടെ കൂടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേക്കുമെങ്കിലും രാവിലെ അവർ വിളിക്കുമ്പോഴായിരിക്കും ഞാൻ ഉറക്കെ എഴുന്നേൽക്കുന്നത്. അവർ ഇറങ്ങിയോ എന്ന് ചോദിക്കാൻ വിളിക്കുന്ന നേരം ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമായിരിക്കും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് റെഡിയാക്കി ഇറക്കാറുണ്ട്. അങ്ങനെ ഇന്ന് വന്ന് നിൽക്കുന്നത് സംസ്കൃത് കോളേജിലാണ്. ഈ കിടക്കുന്ന ബസ്സിൽ ഈ നടന്നു വരുന്നവൻ ഗോവ അവിടെ എവിടേക്കോ ട്രിപ്പ് പോയേക്കുമായിരുന്നു കോളേജിൽ നിന്ന്. ഞാൻ കോളേജിൽ പോയി നിന്നപ്പോഴത്തേക്ക് ഇവനെ കാണുന്നില്ല. നോക്കിയപ്പോൾ കുറേ പെണ്ണുങ്ങളുടെ കൂടെ ചിരിച്ച് കളിച്ച് വരണുണ്ട്. പിന്നെ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. രാവിലെ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ ഉച്ചയായി. അപ്പോൾ അവൻ ഫുഡ് കഴിക്കാൻ എങ്ങാണ്ടോ അവളുമാരുടെ കൂടെ പോയതാണ്. പോയ വഴിക്ക് നമ്മൾ കുറേ കടകൾ നോക്കി എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവൻ ഓൾറെഡി അവളുമാരുടെ കൂടെ പോയി ഫുഡൊക്കെ കഴിച്ച്. ലാസ്റ്റ് കുറേ കടകൾ നോക്കി പോയ വഴിക്കാണ് ഈ കാസിൻ സർബത്ത് ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് കുടിക്കാമെന്ന് വെച്ച്. ഇവൻ്റെ കയ്യിൽ ഈ ഒരു സ്കാർ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഇവന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ചക്ക വെട്ടിയിട്ട് പോലത്തെ ഒരു സൗണ്ട് കേട്ട് കുറേ കാലം ഇവൻ്റെ അനക്കമൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഇവൻ പറഞ്ഞത് ഞാൻ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു എന്ന്. വീടെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ഇന്നർ ചൈൽഡൊക്കെ പുറത്ത് വന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവൻ്റെ സെൽഫ് അങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ചെരുപ്പ് അവൻ എനിക്ക് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവന്നു. ഞാനാണെങ്കിൽ തൊഴുത് പറഞ്ഞു എൻ്റെ പൊന്നെ എനിക്ക് വേണ്ട, എനിക്ക് മൈഗ്രൈൻ എങ്ങനെ ട്രിഗറായാൽ തീർന്ന്. പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് അവൻ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ വഴിയിൽ കടകളൊന്നും നോക്കിയിട്ട് കണ്ടില്ല ഫുഡ് കഴിക്കാൻ. അങ്ങനെ അവൻ്റെ വീട്ടിൽ പോയി ചോറാണ് കഴിച്ചത്. വയറ് നിറയെ നല്ല ടേസ്റ്റായിരുന്നു അവിടുത്തെ ചോറ്. എനിക്കല്ലെങ്കിലും വേറെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കുന്ന ചോറും കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇതൊക്കെ ഇവൻ്റെ കലാവിരുതാണ്. പിന്നെ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോണത് ഞങ്ങളുടെ രണ്ടുപേരും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, അവനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഒരു മനോഹരമായ വിജലംബിച്ച പാടമൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. പിന്നെ ഈ ഒരു പാറയുടെ പേര് എന്താണ്ടോ അവൻ പറഞ്ഞെന്ന് എൻ്റെ ബ്രെയിൻ പിന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ പ്രകൃതി രമണീയതയൊക്കെ കണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും വണ്ടിയുടെ പെട്രോൾ തീർന്നു. പെട്രോൾ പമ്പിൽ പോയപ്പോഴാണെങ്കിൽ ഇതേ ഒരു ചേട്ടനാണെങ്കിൽ കിടന്ന് ഉറങ്ങുന്നു. പിന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. പെട്രോളും അടിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഇവനെ കാണാനാണല്ലോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം ഇവനെ കാണാമെന്ന് വെച്ച് വന്നു. അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് ഭയങ്കര ഡയലോഗ്, അങ്ങനെ അഞ്ജലി താവയ്ക്ക് കണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ വന്ന് എത്തിയപ്പോഴാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഈ വെള്ളത്തിൽ എടുത്ത് ചാടിയാൽ മതിയായിരുന്നു. കാരണം അത്യാവശ്യം ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ വെള്ളം കണ്ടപ്പോൾ ഭയങ്കര വിരിവിരിപ്പായിരുന്നു. അതാണ് ഈ പാട്ടും പാടി തുള്ളിച്ചാടി പോണത്. പിന്നെ അവിടെ കുറേ ചെറുകന്മാരതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ തുണിയും നിക്കറൊന്നും ഇല്ലാതെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ പോയി ഞാൻ ഇനി വെള്ളത്തിൽ ചാടി വെറുതെ എന്തിനാണ്. അങ്ങനെ പിന്നെ ഞാൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഈ ഒരു പാറയിൽ അവിടെ കയറി അങ്ങ് ഇരുന്ന് കാലും വെള്ളത്തിൽ ഇട്ടിട്ട്. കാലിൽ ചെറിയൊരു തണുപ്പുണ്ട് വെള്ളം അടിക്കണതിൻ്റെ, പക്ഷെ ഉച്ചം തലയിലടിക്കണ വെയിലായിരുന്നു. അങ്ങനെ ആ വെയിലത്ത് നമ്മൾ ചായ കുടിക്കാൻ പോയി. എന്ത് ചെയ്യാനെന്ന് പറ. അങ്ങനെ ചായക്കട എത്തിയപ്പോൾ എനിക്ക് പിന്നെ ചായ കോഫിയും കുടിക്കാനുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു. എനിക്ക് അവിടെ കണ്ട ഈ ബദാം മിൽക്ക് മതിയായിരുന്നു. അങ്ങനെ ഞാൻ ഈ ബദാം മിൽക്ക് കുടിച്ച് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് ചില ചായക്കടയിൽ അവന്മാരുള്ള മധുരമൊക്കെ കലക്കി തരും. ഇത് പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഈ പല്ലും വെളിയിൽ വെച്ച് പോണത് ഇനി ഇവനെ വീട്ടിലാക്കിയിട്ട് എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ എനിവേസ് ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.